ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്കും ഗൂഢാലോചന നടത്തിയവർക്കും ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഏറ്റവും വലിയ ശക്തി രാജ്യത്തിന്റെ ഐക്യവും 140 കോടി ഇന്ത്യക്കാരുടെ ഐക്യദാർഢ്യവുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇന്ത്യൻ യുവത പുതിയ നാഴികക്കല്ലുകൾ കൈവരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതുകൊണ്ടാണ് 10 വർഷം മുമ്പ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 325-ലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇന്ത്യ വിടാൻ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. മെഡിക്കൽ വിസ അല്ലാത്ത എല്ലാ വിസയുടെയും കാലാവധി ഇന്ന് തീരും. മെഡിക്കൽ വിസയുടെ സമയപരിധി ഈ മാസം 29-നാണ് അവസാനിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം ഇന്ത്യയിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശമുണ്ട്. നിയന്ത്രണ രേഖയിലെ 2 ഇന്ത്യൻ ആർമി പോസ്റ്റുകൾ പാകിസ്ഥാൻ സൈന്യം നശിപ്പിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ഈ വീഡിയോ ഇന്ത്യയിൽ നിന്നുള്ളതല്ലെന്നും 2024-ൽ പാകിസ്ഥാനിൽ നടന്ന വിഭാഗീയ സംഘർഷങ്ങളിൽ നിന്നുള്ളതാണെന്നും വീഡിയോയുടെ ഒപ്പം പങ്കുവച്ചിട്ടുള്ള ഫോട്ടോ കഴിഞ്ഞ മാസം വടക്കൻ അയർലൻഡിലുണ്ടായ തീപിടുത്തത്തിൽ നിന്നുള്ളതാണെന്നും അധികൃതർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പഹൽഗാം ഭീകരാക്രമണ കേസ് ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ദേശീയ അന്വേഷണ ഏജൻസി ആരംഭിച്ചു. ഭീകരാക്രമണ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന NIA സംഘം തെളിവുകൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് ദൃക്സാക്ഷികളായവരെ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. കേരളം രാമചന്ദ്രന്റെ കുടുംബത്തോടൊപ്പമുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ആപത്ഘട്ടത്തിൽ മകൾ ആരതി കാണിച്ച ധൈര്യം ദുഃഖകാലത്തെ മറികടക്കാൻ പ്രേരണയാകട്ടെയെന്നും പറഞ്ഞു. കർഷകക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രധാന പരിഗണന നൽകുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. തമിഴ്നാട് കാർഷിക സർവകലാശാലയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളിൽ കോർപ്പറേറ്റുകൾ നിക്ഷേപം നടത്തണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ക്യാൻസർ പരിചരണവും ആരോഗ്യ സംരക്ഷണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ കൂടുതൽ ധനസഹായവും സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ഛത്രപതി സംഭാജി നഗറിലെ ക്യാൻസർ ആശുപത്രിയിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമ്പത്തിക ശക്തി ജനാധിപത്യവൽക്കരിക്കാനും സാമൂഹ്യ വികസനം വളർത്തുവാനും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങൾക്കൊപ്പം ഉറച്ചുനിന്നത് സഹകരണ സ്ഥാപനങ്ങളാണെന്നും ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ വായ്പകൾ കേരള ബാങ്ക് പൂർണ്ണമായും എഴുതിത്തള്ളിയെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര പദ്ധതികളെ സംസ്ഥാന സർക്കാർ റീബ്രാൻഡ് ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോഴിക്കോട് സിറ്റി ജില്ലാ വികസിത കേരളം കൺവെൻഷനും ജില്ലാ നേതൃയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ഇന്ത്യയിൽ വലിയ വികസനമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 38.1 ഓവറിൽ 147 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 29.4 ഓവറിൽ ലക്ഷ്യം മറികടന്നു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. 215 റൺ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ലക്നൌവിന് മറുപടി ബാറ്റിംഗിൽ 161 റൺ മാത്രമേ നേടുവാൻ കഴിഞ്ഞുള്ളൂ. ഇന്നത്തെ 2ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം നാളെ വൈകുന്നേരം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കും. ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി നിർവഹിക്കും. ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ K കസ്തൂരിരംഗന്റെ സംസ്കാരം ബംഗളൂരുവിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. വെള്ളിയാഴ്ചയാണ് 84-കാരനായ കസ്തൂരിരംഗൻ അന്തരിച്ചത്. സംസ്ഥാനത്ത് കോളറ മരണം സ്ഥിരീകരിച്ചു. ചികിത്സയിലിരിക്കെ ഈ മാസം 20-ന് തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ 63 വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് വെബ്സൈറ്റിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അട്ടപ്പാടിയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. സ്വർണ്ണഗദ്ദ ഉന്നതിയിലെ കാളിയാണ് മരിച്ചത്. വനത്തിൽ വിറക് ശേഖരിക്കുന്നതിനിടയിലാണ് ആനയുടെ ആക്രമണമുണ്ടായത്. കണ്ണൂർ ജില്ലയിലെ മലയോര പഞ്ചായത്തായ അയ്യൻകുന്ന് പാലത്തുംകടവിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മീൻകുണ്ട് പുഴക്കരയിലൂടെയാണ് ആനകൾ ജനവാസ കേന്ദ്രത്തിലെത്തിയത്. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ എക്സൈസ് അറസ്റ്റ് ചെയ്ത സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സസ്പെൻഡ് ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.